ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നമുക്ക് തീ പോലും കത്തിക്കാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ചോക്ലേറ്റ് റെഡിയാക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കാണുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് തന്നിട്ട് വേണേ ഒന്ന് കണ്ടു നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് ഇതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇട്ട് വെക്കണം, സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സോഫ്റ്റ് ആയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇത് 5 മിനിറ്റേ വെക്കുന്നുള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നുള്ളത്. എല്ലാവരും വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റമാണ് ഉള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പീനട്ടാണ്, നിലക്കടല. അതെല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതെടുക്കാം. നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് പൊടിക്കുന്നത്. നല്ല നൈസായിട്ട് പൊടിക്കേണ്ട, കുറച്ച് തരിതരിപ്പ്, എന്നാൽ പൊടിയുകയും വേണം കേട്ടോ. പൊടിച്ച് വരാം. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. പിന്നെ പീനട്ടിൻ്റെ അളവ് ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ആ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി വരാം. വെള്ളം കൂട്ടാതെ തന്നെ അങ്ങനെ തന്നെ അരക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഈത്തപ്പഴം നല്ല പേസ്റ്റ് രൂപേണ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നിങ്ങൾ അരക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അരക്കാനായിട്ട്, ഇല്ലെങ്കിൽ മിക്സിക്ക് നല്ല പണി കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പറഞ്ഞു ഒട്ടും തന്നെ വെള്ളമില്ല. പിന്നെ നമുക്ക് തീയായിട്ടുള്ള യാതൊരു ആവശ്യവും ഇതിനില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വില കൂടിയ ഐറ്റമൊക്കെ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാം. നല്ലവണ്ണം മിക്സാക്കിയിട്ട് വരാം. ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടണം. ഇനി നമുക്കിതിനെ നേരെ പകുതിയാക്കാം. 2 പോർഷനാക്കിയിട്ട് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലത്തെ പലകയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ കൈയോടാക്കി കൊടുത്താൽ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ഉരുട്ടി കണ്ടല്ലോ. ഞാൻ അങ്ങനെ 2 എണ്ണം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റിലും ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി കൊടുത്താൽ എല്ലായിടത്തും ഇതാവും. ഇതുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എള്ളുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലായിടത്തും ആവും. അങ്ങനെ എല്ലായിടത്തും ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിന് നടുക്ക് ഇങ്ങനൊരു എന്താ പറയുക ഹോൾ ആക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ രണ്ടിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം ഇതിലോട്ട് ഓയിലാക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു പാതയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉരുക്കിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ രണ്ടിലും ഞാൻ ഇട്ട് കൊടുത്തിട്ട് വരാം. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നത്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് എളുപ്പത്തിൽ ഒരുക്കാനുള്ളത് ഒരു മിൽക്കി ബാർ വാങ്ങുക. അതിനൊരു ചൂടുവെള്ളത്തിൽ ആ പാക്കറ്റോടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നെക്കി കൊടുത്താൽ നല്ല വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് ന്യൂട്ടല്ലയോ ഡാർക്ക് ചോക്ലേറ്റോ ഇതേപോലെ ഒന്ന് ഡിസൈനാക്കി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഷുഗർ കട്ടുള്ളവർ, ഡയറ്റിങ് ചെയ്യുന്നവർക്കെല്ലാം ഈ ചോക്ലേറ്റ് ഇല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഹെൽത്തിയാണ്. ഓയിലില്ല, ഡേറ്റ്സും പീനട്ട്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനും നല്ലതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചോക്ലേറ്റ് ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂടുള്ള പ്ലേസിലാണെങ്കിൽ ഒരു 5 to 10 വരെ മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്കിൽ ഈ ചോക്ലേറ്റ് നല്ലവണ്ണം ഒന്ന് ഉറച്ച് വരൂ.
അതിനുശേഷം ഞാനിപ്പോൾ നിങ്ങൾക്ക് കട്ടാക്കി കാണിച്ചു തരാം. ഇത് നല്ലവണ്ണം ഉറച്ച് വന്നിട്ടുണ്ട് ചോക്ലേറ്റ്. തൊട്ട് നോക്കിയാൽ അറിയും എനിക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരമാണ്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ചോക്ലേറ്റ് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ എള്ളുണ്ട്, ഈത്തപ്പഴമുണ്ട്, പിന്നെ അതുപോലെ തന്നെ പീനട്ടൊക്കെ. ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന, സ്കിന്നിനൊക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. തീ പോലും കത്തിക്കാതെ നല്ല എളുപ്പത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം.